ഇതാണ് ഞാൻ ചോദിച്ചത്, വേണോ ഇത്രയും വേണോ എന്നൊക്കെ ചോദിച്ചോ? പറഞ്ഞു ഇല്ല, അത് എന്റെ കാഴ്ചപ്പാടിൽ ആ കള്ളൻ അങ്ങനെയാണ്. പിന്നെ പടം കണ്ടവർക്ക് അറിയാം പുണ്യാളൻ ആണോ എന്നും കൂടി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു പോയിന്റ് വരെ കൊണ്ടുപോകുന്നുണ്ട് കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ കൂടി ഒന്ന് ചെറിയ കുറച്ച് ഓവറാക്കി, ചാലാക്കാനല്ല, ഓവറാക്കാൻ എന്നുള്ള രീതിയിൽ കുറച്ച് പിടിച്ചായിരിക്കും. അതെ, ഇല്ല, പ്രോപ്പറായിട്ട് സ്ക്രിപ്റ്റ് സാംജി ബ്രോ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എഴുതി വെച്ച ക്ലിയർ പിക്ചർ കൊടുത്തിട്ടുണ്ടായി ക്യാരക്ടറിനെ പറ്റി. ഇപ്പൊ കൂടുതലായിട്ട് എനിക്കൊന്നും അങ്ങനെ ഇൻപുട്ട് ചെയ്യാനും കാര്യങ്ങളില്ല. ടെയിലിൽ മാത്രം ഞാൻ സംസാരിച്ച് ഇങ്ങനെ വെച്ചാൽ ബെറ്ററായിരിക്കില്ല എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ രീതിയിലൊന്നും ഇന്റർഫിയർ ചെയ്തിട്ടില്ല. ആൾക്കാരുണ്ടോ തൊണ്ട പറ്റി അച്ഛൻ ശരിക്കും കീറി മുറിച്ച് വർത്തമാനം പറയുന്ന ഒരാളാണ് ഒരു ക്യാരക്ടറിനെ പറ്റിയും അല്ലെങ്കിൽ സിനിമയെ പറ്റിയും. അപ്പൊ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു പരിപാടി അവിടെ നിന്ന് ആദ്യമേ കിട്ടും. വിളിച്ചു കഴിഞ്ഞാൽ മോശമാണെങ്കിൽ മോശമാണെന്നും എന്തെങ്കിലും കുറഞ്ഞു കിട്ടണമെങ്കിൽ അത് കറക്റ്റായിട്ട് പറഞ്ഞു. ചേച്ചി അച്ഛനാണ് പ്രോപ്പറായിട്ട് ഈ കാര്യം പിടിക്കുന്നത്. അപ്പോൾ പടത്തിന്റെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യാറില്ല. കേട്ട് എനിക്കത് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഞാനത് കേട്ട് കഴിയുമ്പോൾ ആ സന്തോഷത്തിന് പോയി കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ പുള്ളിക്ക് ആ ഒരു മൂഡാണ്. എന്റെ കൂടെ തന്നെ മറ്റേ ബോക്സിങ്ങിന് റെഡി ആയിട്ടിരിക്കുന്ന ഒരാളെ പോലെ അച്ഛൻ എപ്പോഴും എനിക്കൊരു നല്ലൊരു വന്നിരിക്കും. ഈ പടം ഇറങ്ങിയപ്പോഴും അച്ഛൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതും നല്ല ഹാപ്പി ആയിട്ട് എടുത്ത് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. നീ കുറച്ച് ഓവറായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ ഓവർ ആ ക്യാരക്ടറിന് വേണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായത്. പിന്നെ എല്ലാ ക്യാരക്ടറും ഒരേപോലെ ചെയ്യാൻ പറ്റില്ല, കഥാപാത്രങ്ങളായ രീതിക്ക് തന്നെ പോകണം. അച്ഛനെ ഹാപ്പി ആയി, അച്ഛനെ ഹാപ്പി, ഞാൻ ഹാപ്പി.